ഹായ് ഫ്രണ്ട്സ്, പത്തരമാറ്റിൻ്റെ വരാൻ പോകുന്ന കുറച്ച് അടിപൊളി എപ്പിസോഡുകളുടെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നാഗേന്ദ്രനും ഡേവിഡും അഭിയും അവന്തികയും ഒക്കെ ബിസിനസ്സിൽ വലിയൊരു അടി കിട്ടി നാണം കെട്ട് നിൽക്കുകയാണ്. ജയിക്കുമെന്ന് ഉറപ്പിച്ചു പോയവർക്ക് വലിയൊരു പണി തന്നെയാണ് കിട്ടിയത്. നമ്മുടെ അനി മാസ് എൻട്രി നടത്തി ആ ഡീല് സ്വന്തമാക്കിയത് അവരെ ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. മിണ്ടാതിരിക്കുന്നവനാണ് ഏറ്റവും അപകടകാരി എന്ന് അനി അവിടെ തെളിയിച്ചു. താൻ പങ്കെടുക്കുന്നില്ലെന്ന് പറഞ്ഞ് അനി തന്നെ പറ്റിക്കുകയായിരുന്നു എന്ന് അഭി ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട്. അനിയുടെ മുന്നിൽ അങ്ങനെ തോറ്റു കൊടുക്കേണ്ടി വന്നത് അഭിക്ക് സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്താണ്. അഹങ്കാരം തകർന്നതിന്റെ സങ്കടം അഭിയുടെ മുഖത്ത് നന്നായി കാണാമായിരുന്നു. എങ്കിലും അനി തന്റെ മകളുടെ ഭർത്താവാകാൻ പോകുന്നവനല്ലേ എന്നോർത്ത് നാഗേന്ദ്രൻ സ്വയം ആശ്വസിക്കുകയാണ്. ബന്ധവും ബിസിനസ്സും ഒരുപോലെ കൊണ്ടുപോകാൻ നാഗേന്ദ്രൻ നന്നായി പാടുപെടുന്നുണ്ട്. പക്ഷേ വിവാഹം കഴിഞ്ഞിട്ട് മതി അനിയുടെ വളർച്ചയെന്നും എങ്കിലേ തങ്ങൾക്ക് ലാഭമുള്ളൂ എന്നും അയാൾ മകളെ ഉപദേശിക്കുന്നു. അങ്ങനെ പിന്നെ മൂർത്തീസ് ജ്വല്ലറിയുടെ ഓരോ നീക്കവും നാഗേന്ദ്രൻ രഹസ്യമായിട്ട് തന്നെ നിരീക്ഷിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. എന്നാൽ അതിനിടെയാണ് നവ്യ നൽകിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നന്ദുവും പോലീസും ചേർന്ന് ഒരു റെയ്ഡ് സംഘടിപ്പിക്കുന്നത്. കള്ളക്കടത്ത് സ്വർണത്തിന്റെ ഉറവിടം തേടിയുള്ള പോലീസിന്റെ നീക്കം അഭിക്കും നാഗേന്ദ്രനും വലിയ ഭീഷണിയായി മാറി. നാഗേന്ദ്രനെ പിടികൂടാൻ കഴിഞ്ഞില്ലെങ്കിലും ഇതിനു പിന്നിലെ യഥാർത്ഥ സൂത്രധാരനെ കണ്ടെത്താൻ നന്ദു അന്വേഷണം ഊർജിതമാക്കി. പോലീസിന്റെ പിടിയിൽ നിന്ന് എത്ര കാലം രക്ഷപ്പെടാൻ പറ്റുമെന്ന് നാഗേന്ദ്രനും പേടിച്ചു തുടങ്ങിയിട്ടുണ്ട്. അധർമ്മം ചെയ്യുന്നവർക്ക് എപ്പോഴും നിയമത്തെ ഭയന്നേ ജീവിക്കാൻ പറ്റൂ. ഏതായാലും ഇതിനിടയിലാണ് അഭിക്ക് വലിയൊരു പണി കിട്ടുന്നതും ഡേവിഡിനെ പോലീസ് പൊക്കുന്നതും. പലപ്പോഴും വിചാരിക്കാത്ത നേരത്തായിരിക്കും വിധി പണി കൊടുക്കുന്നത്. പോലീസ് കൊണ്ടുപോകുമ്പോഴും ഡേവിഡിന്റെ കണ്ണുകളിൽ നന്ദുവിനോടുള്ള കടുത്ത പക വ്യക്തമായിരുന്നു. ഈ സംഭവങ്ങൾ കഴിഞ്ഞതോടെ തന്നെ നന്ദുവിനോടുള്ള പക നാഗേന്ദ്രനെയും അതുപോലെ അഭിയുടെയും ഒക്കെ മനസ്സിൽ ഇരട്ടിയായിരിക്കുകയാണ്. നല്ല രീതിയിൽ പോയാൽ ശരിയാകില്ലെന്ന് കണ്ട് അവർ പിന്നെ പ്രതികാരം ചെയ്യാൻ തന്നെ തീരുമാനിക്കുന്നു. നന്ദുവിനെ എന്നേക്കുമായി തീർക്കാൻ വേണ്ടി അവളെ തട്ടിക്കൊണ്ടു പോകാൻ അവർ പ്ലാൻ ഇടുകയാണ് കേട്ടോ. ശ്വാസം അടക്കി പിടിച്ചിരുന്ന് കാണേണ്ട ആവേശകരമായ നിമിഷങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ കഥയിലെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വീഡിയോ ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ അഭി കാണാൻ വരുമ്പോൾ ബിസിനസ്സിലെ നഷ്ടമോർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണ് നാഗേന്ദ്രൻ. കഷ്ടപ്പെട്ടുണ്ടാക്കിയ സാമ്രാജ്യം തകരുമ്പോൾ ആർക്കാണ് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയുക? തങ്ങളുടെ ഷെയറുകൾ താഴേക്ക് പോകുമ്പോൾ മൂർത്തീസ് ജ്വല്ലറി ലാഭം ഉണ്ടാക്കി മുന്നേറുന്നത് നാഗേന്ദ്രനെ ശരിക്കും പേടിപ്പിക്കുന്നുണ്ട്. ബിസിനസ്സിൽ എപ്പോൾ വേണമെങ്കിലും കളി മാറാം എന്നതിന്റെ തെളിവാണ് ഈ അട്ടിമറി. അനിയുടെ ഡിസൈനുകൾ സൂപ്പറാണെന്ന് അഭി പറയുമ്പോൾ അതിന് പിന്നിൽ നയനയുടെ ഐഡിയകളായിരിക്കുമെന്ന് നാഗേന്ദ്രൻ ഉറപ്പിച്ചു തന്നെ വിശ്വസിക്കുന്നു. നയനയുടെ കഴിവും ആദർശിന്റെ ബിസിനസ് തന്ത്രങ്ങളും ഒന്നിച്ചതാണ് അവരുടെ വിജയത്തിന്റെ ഈ രഹസ്യം. പിന്നീട് ഇതിന്റെ പേരിൽ അഭിയും അവന്തികയും തമ്മിൽ ചെറിയ വഴക്കെല്ലാം കൂടുന്നുണ്ട്. അനിയുടെ വിജയം തന്റെ കൂടെ വിജയമാണെന്ന് അവന്തിക പറയുമ്പോൾ അഭി അവളെ കളിയാക്കുകയാണ്. എന്നാൽ അനിയെ എങ്ങനെയെങ്കിലും കയ്യിലാക്കാൻ വേണ്ടി നന്ദുവിനെ വകവരുത്താൻ പോലും അവന്തിക തയ്യാറാണെന്ന് അവന്തികയുടെ ദേഷ്യം കണ്ടാൽ അറിയാം. നന്ദു തന്റെ വഴിയിൽ തടസ്സമായി നിന്നാൽ അവളെ കൊന്നുകളയാൻ പോലും മടിക്കില്ലെന്ന് അവന്തിക നാഗേന്ദ്രനോട് വെല്ലുവിളിക്കുന്നു. അനിയോടുള്ള പ്രണയവും നന്ദുവിനോടുള്ള ദേഷ്യവും കാരണം അവൾക്കിപ്പോൾ എന്ത് ചെയ്യാനും മടിയില്ല. ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ആര് തടസ്സം നിന്നാലും അവരെ മാറ്റാൻ താൻ കൂടെ ഉണ്ടാകുമെന്ന് നാഗേന്ദ്രനും അവന്തികയ്ക്ക് വാക്കു കൊടുക്കുന്നു. പണത്തോടുള്ള ആർത്തി കാരണം നാഗേന്ദ്രൻ ഇപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിലാണ്. നയന ഇപ്പോഴും മൂർത്തീസ് ജ്വല്ലറിക്ക് വേണ്ടി രഹസ്യമായി പണിയെടുക്കുന്നുണ്ടെന്ന് അഭിക്ക് ഉറപ്പാണ്. തറവാട് വിട്ടു പോയെങ്കിലും അവളുടെ മനസ്സും കഴിവും ഇപ്പോഴും ആ ജ്വല്ലറിക്ക് വേണ്ടിയാണെന്ന് നാഗേന്ദ്രനും ഭയപ്പെടുന്നു. പുറമെ പിണക്കമാണെങ്കിലും ആദർശം അനിയും തമ്മിലുള്ള രഹസ്യ കൂട്ടുകെട്ടാണ് തങ്ങളെ തോൽപ്പിച്ചതെന്ന് ജലജയും വിശ്വസിക്കുന്നു. അവരുടെ ഒത്തൊരുമിച്ചുള്ള നീക്കങ്ങൾക്ക് മുന്നിൽ തങ്ങളുടെ തന്ത്രങ്ങൾ പാളിപ്പോയത് അവർക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇതിനിടയിൽ നവ്യ അങ്ങോട്ട് വരികയും അഭിയുടെ തോൽവിയെക്കുറിച്ച് വീണ്ടും ചോദിച്ച് അഭിയെ ചൊടിപ്പിക്കുകയും ചെയ്യുന്നു. നവ്യ ശുപാർശ ചെയ്തതുകൊണ്ടല്ല തനിക്ക് ജോലി കിട്ടിയതെന്നും വൈകാതെ തന്നെ താൻ MD കസേരയിൽ ഇരിക്കുമെന്ന് അഭിയും വെല്ലുവിളിക്കുന്നു. അഭിയുടെ ഈ തള്ളൽ കേൾക്കുമ്പോൾ അവൻ ആരോ വലിയൊരു തുണയുണ്ടെന്ന് നവ്യ ഉറപ്പാക്കുകയാണ്. ഡേവിഡ് അഭിയെ സാർ എന്ന് വിളിക്കുന്നത് കേൾക്കുമ്പോൾ നവ്യയ്ക്ക് വലിയ സംശയം തോന്നി തുടങ്ങി. സാധാരണ ഒരു മുതലാളി തന്റെ കീഴിലുള്ളവനെ ഇങ്ങനെ ബഹുമാനിക്കില്ലല്ലോ എന്നതായിരുന്നു നവ്യയുടെ ചിന്ത. എന്തായാലും അഭിയും ആ കള്ളപ്പണക്കാരും തമ്മിലുള്ള ബന്ധം എങ്ങനെയും പുറത്തു കൊണ്ടുവരാൻ നവ്യ തക്കം പാർത്തിരിക്കുകയാണ്. അഭിയെ തോൽപ്പിക്കുന്നത് താൻ തന്നെയാണെന്ന സത്യം ഉള്ളിൽ ഒളിപ്പിച്ച് നവ്യ മനസ്സിൽ ചിരിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ബിസിനസ്സിലെ വലിയ നഷ്ടം പരിഹരിക്കാൻ നാഗേന്ദ്രനും കൂട്ടരും ഹോട്ടൽ മുറിയിലിരുന്ന് രഹസ്യമായി പ്ലാൻ ഇടുകയാണ്. അവിഹിതമായി ഉണ്ടാക്കിയെടുത്ത ഈ സമ്പാദ്യം നഷ്ടപ്പെടാതിരിക്കാൻ എന്ത് ക്രൂരതയ്ക്കും അവർ തയ്യാറാണ്. പോയ പണം തിരിച്ചു പിടിക്കാൻ വേണ്ടി എയർപോർട്ട് വഴി കള്ളസ്വർണം കടത്താനാണ് നാഗേന്ദ്രൻ പുതിയ പദ്ധതി ഇടുന്നത്. നിയമത്തെ പേടിക്കാതെ കള്ള വഴിയിലൂടെ ലാഭമുണ്ടാക്കാനാണ് അവരുടെ തീരുമാനം. ഇതിനൊപ്പം തന്നെ മാളവികയുടെ ഡിസൈനുകളിൽ വ്യാജ വജ്രങ്ങൾ പതിപ്പിച്ച് അത് വിൽക്കാനുള്ള പരിപാടിയും നോക്കാൻ അഭിക്ക് നിർദ്ദേശം നൽകുന്നു.
എന്നാൽ ഇതിനിടയിലാണ് മറ്റൊരു സംഭവം നടക്കുന്നത്. അഭിയെ രഹസ്യമായി പിന്തുടർന്നു വന്ന നവ്യ ഇവരൊരുക്കിയ ചതിക്കുഴികളെല്ലാം പുറത്തു നിന്ന് ഒളിഞ്ഞു കേൾക്കുകയാണ് കേട്ടോ. ഇവരുടെ കള്ളത്തരങ്ങൾ പൊളിക്കാനും ആദർശിനെ സഹായിക്കാനുമായി നവ്യ ഈ വിവരങ്ങളെല്ലാം രഹസ്യമായി ചോർത്തി നൽകുന്നു. അഭിയുടെ അഹങ്കാരം തീർക്കാൻ വേണ്ടി നവ്യ കരുതിക്കൂട്ടി ഒരുക്കിയ വലിയൊരു കെണിയായിരുന്നു ഇത്. ഇതിനിടെ ഡീല് ലഭിച്ചതിൽ കൺഗ്രാറ്റുലേഷൻസുമായി വന്ന അവന്തികയെ അനി വെട്ടി തുറന്ന് കാര്യങ്ങൾ ബോധിപ്പിക്കുന്നു. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാൻ അനി ആഗ്രഹിച്ചില്ലെങ്കിലും സത്യം പറയാൻ അവൻ മടിച്ചില്ല. നന്ദുവിനെ മാത്രമേ താൻ വിവാഹം കഴിക്കൂവെന്നും അവൾക്കായി മാത്രമേ കാത്തിരിക്കൂ എന്നും അനി വ്യക്തമാക്കുകയാണ് അവന്തികയോട്. ഏതായാലും അനിയുടെ മനസ്സിൽ നന്ദുവിന് മാത്രമേ സ്ഥാനമുള്ളൂ എന്ന് മനസ്സിലായതോടെ അവന്തികയ്ക്ക് വലിയ പകയായി. അനിയെ തനിക്ക് കിട്ടില്ലെന്ന് ഉറപ്പായപ്പോൾ നന്ദുവിനെ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണമെന്ന വാശിയായി അവന്തികയ്ക്ക്. മകളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ വേണ്ടി നന്ദുവിനെ കൊലപ്പെടുത്താനും നാഗേന്ദ്രൻ ഗുണ്ടകളെ ഏർപ്പാടാക്കുന്നു. തന്റെ പണവും സ്വാധീനവും ഉപയോഗിച്ച് നീതി നടപ്പിലാക്കുന്ന നന്ദുവിനെ ഇല്ലാതാക്കാനാണ് നാഗേന്ദ്രന്റെ ശ്രമം. പക്ഷേ ശത്രുക്കളുടെ എല്ലാ പ്ലാനുകളും തകിടം മറിച്ചുകൊണ്ട് നന്ദു തന്റെ വിശ്വരൂപം പുറത്തെടുക്കുകയാണ്. നവ്യ രഹസ്യമായിട്ട് നൽകിയ കൃത്യമായ ആ വിവരം വച്ച് നന്ദു കള്ളക്കടത്ത് സംഘത്തെ പാതി വഴിയിൽ വെച്ച് തന്നെ പൊക്കി. കള്ളത്തരം ചെയ്യുന്നവർക്ക് നന്ദു ഇപ്പോൾ ശരിക്കും ഒരു പേടി സ്വപ്നമായി മാറിയിരിക്കുകയാണ്. അങ്ങനെ പിന്നെ നാഗേന്ദ്രന് കോടികളുടെ നഷ്ടമുണ്ടാക്കിക്കൊണ്ട് അഭിയെയും ഡേവിഡിനെയും നന്ദു ലോക്കപ്പിലാക്കുന്നു. എന്നാൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം നന്ദുവിനെ വകവരുത്താൻ തന്നെ നാഗേന്ദ്രന് കൂട്ടരും ക്രൂരമായ ഒരു നാടകം പ്ലാൻ ചെയ്തു. നന്ദുവിനെ ചതിയിൽ വീഴ്ത്താൻ വേണ്ടി വിജനമായ ഒരു ഗോഡൌണിലേക്ക് അവളെ എത്തിക്കാനാണ് അവർ പുതിയൊരു കെണി ഒരുക്കിയത്. അർദ്ധരാത്രിയിൽ ഒരു പെൺകുട്ടി അപകടത്തിലാണെന്ന കള്ള സന്ദേശം അയച്ച് അവര് നന്ദുവിനെ ഒരു പഴയ ഗോഡൌണിലേക്ക് വിളിച്ചു വരുത്തി. മറ്റൊരാളെ സഹായിക്കാൻ ഓടിയെത്തിയ നന്ദു തന്നെ കാത്തിരിക്കുന്നത് മരണമാണെന്ന് അറിഞ്ഞതേയില്ല. അവിടെ വച്ച് അഭിയും ഡേവിഡും ഗുണ്ടകളുമായി ചേർന്ന് നന്ദുവിനെ വളയുകയും അവളെ ബന്ദിയാക്കുകയും ചെയ്യുന്നു. നന്ദുവിനെ ക്രൂരമായി മർദ്ദിച്ച ശേഷം എന്നേക്കുമായി തീർക്കാനാണ് ആ ചതിയന്മാരുടെ തീരുമാനം. അഭിയും ഡേവിഡും ചേർന്ന് കെണിയൊരുക്കിയ ആ ഇരുളടഞ്ഞ ഗോഡൌണിൽ നന്ദു തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോരാടുകയാണ്. അവിടെ നിന്ന് രക്ഷപ്പെടാൻ നന്ദു പരമാവധി ശ്രമിക്കുന്നുണ്ട്. അനിയെ കിട്ടില്ലെന്ന് ഉറപ്പായ അവന്തികയാകട്ടെ നന്ദുവിനെ നഷ്ടപ്പെടുമ്പോൾ അനി തകരുന്നത് കാണാൻ അവിടെ ഒളിച്ചിരുന്ന് ചിരിക്കുന്നുണ്ട്. പക്ഷേ കഥയിലെ വില്ലന്മാരുടെ കണക്കുകൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് ക്ലൈമാക്സിൽ ആരും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് സംഭവിക്കുകയാണ്. നന്ദുവിനെ എന്നേക്കുമായി തീർക്കാൻ വേണ്ടി അഭി തോക്ക് ചൂണ്ടുമ്പോൾ അവിടെ അപ്രതീക്ഷിതമായി നവ്യ പ്രത്യക്ഷപ്പെടുന്നു. ചതിയുടെയും പകയുടെയും നടുവിൽ നന്ദുവിന് ഒരൊറ്റയാൾ പട്ടാളമായി നവ്യ അവിടെ മാറുകയാണ്. നന്ദുവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് കൃത്യസമയത്ത് തന്നെ നവ്യ അവിടെ എത്തിയത്. താൻ കൊടുത്ത വിവരങ്ങൾ കാരണം നന്ദു അപകടത്തിലായോ എന്ന പേടി നവ്യയെ വല്ലാതെ അലട്ടിയിരുന്നു. ആ കുറ്റബോധം കൊണ്ടാണ് അവൾ ആ ഗോഡൌണിലേക്ക് ഓടിയെത്തിയത്. നാഗേന്ദ്രന്റെയും അഭിയുടെയും ക്രൂരതകൾ കണ്ടു മടുത്ത നവ്യ അവരുടെ കള്ളത്തരങ്ങൾ റെക്കോർഡ് ചെയ്ത് പോലീസിന് കൈമാറിയ ശേഷമാണ് കേട്ടോ അവിടേക്ക് വന്നത്. പേടിയേക്കാൾ വലിയ കരുത്ത് സത്യത്തിനാണെന്ന് നവ്യ അവിടെ തെളിയിക്കുകയാണ് ചെയ്തത്. അഭിയുടെയും ഗുണ്ടകളുടെയും ശ്രദ്ധ മാറ്റാൻ വേണ്ടി നവ്യ ഗോഡൌണിന്റെ ഒരു ഭാഗത്ത് തീയിടുന്നു. തീയും പുകയും കണ്ട എല്ലാവരും പരിഭ്രാന്തരായി ഓടുമ്പോൾ ആ തക്കത്തിന് നവ്യ നന്ദുവിനെ രക്ഷിക്കാൻ വേണ്ടി അവൾക്കടുത്തേക്ക് കുതിച്ചു. നന്ദുവിന്റെ കെട്ടുകൾ അഴിച്ചു മാറ്റുമ്പോൾ അഭിയുടെ തോക്കിന് മുന്നിൽ സ്വന്തം ജീവൻ പോലും നോക്കാതെ നവ്യ ഒരു കാവലായി നിന്നു. നവ്യയുടെ ഈ ധൈര്യം കണ്ട് അഭി പോലും ഒരു നിമിഷം അമ്പരന്ന് പോയി. എന്നാൽ സമയം ഒട്ടും കളയാതെ നവ്യ നേരത്തെ പറഞ്ഞതനുസരിച്ച് ആദർശം വലിയൊരു പോലീസ് സംഘവും അവിടേക്ക് ഇരച്ചു കയറി. അഭിയെയും ഡേവിഡിനെയും പോലീസ് വളഞ്ഞതോടെ അവരുടെ കള്ളക്കളികളെല്ലാം അവസാനിച്ചു. ആകെ തളർന്നിരുന്ന നന്ദുവിനെ നവ്യയാണ് ചേർത്ത് പിടിക്കുന്നത്. ഒരു കാലത്ത് നന്ദുവിനെ കണ്ടാൽ കടിച്ചു കീറാൻ ചെന്നിരുന്ന നവ്യ ഇന്ന് ആപത്തിൽ തുണയായി നിൽക്കുന്നത് കാണുമ്പോൾ ശരിക്കും അതിശയം തോന്നും. പകയേക്കാൾ വലിയ ശക്തി സ്നേഹത്തിനാണെന്ന് തെളിയിച്ചുകൊണ്ട് തങ്ങളുടെ പഴയ പിണക്കങ്ങളെല്ലാം മറന്ന് അവർ പുതിയൊരു ജീവിതത്തിലേക്ക് ചുവടുവെക്കുകയാണ്. നവ്യ ശത്രുപക്ഷത്തായത് നാഗേന്ദ്രനെയും അഭിയെയും ഒക്കെ വല്ലാതെ ഞെട്ടിച്ചിട്ടുണ്ട്. സത്യത്തിൽ നന്മയുടെ പക്ഷത്ത് നിൽക്കാൻ നവ്യ കാണിച്ച ഈ ധൈര്യം തന്നെയാണ് കഥയിലെ ഏറ്റവും വലിയ വിജയം. നാഗേന്ദ്രന്റെ അഹങ്കാരത്തിന് നന്ദുവും നവ്യയും ചേർന്ന് നൽകിയ ഈ കിടിലൻ പണി ബിസിനസ് ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. നന്ദുവിന്റെയും അനിയുടെയും വിവാഹം മംഗളമായി നടക്കാൻ നവ്യ ഇനി വലിയൊരു തണലായി കൂടെ ഉണ്ടാകുമെന്ന് നമുക്ക് ഉറപ്പിക്കാം.